7208808809. ഓക്കെ, ചേട്ടൻ നല്ലപോലെ പാടുന്നുണ്ട് കേട്ടോ, ഒരു ഉറപ്പില്ലാതെ പാടുന്നുണ്ട്. കറക്റ്റ് ടൈമിങ്ങും ശരിയാവുന്നുണ്ട്. അതാണ്, ആ ടൈമിംഗ് ആണ് അതിൻ്റെ ഒരു പ്രധാനം. മിക്കവാറും ഉള്ളവർ പാടുമ്പോൾ ആ ടൈമിങ് കടന്നു പോകും. കരാക്കെ ഒരു വഴിക്ക് പോകും. ടൈമിങ് ആ സെക്കൻഡ് മാറാൻ പറ്റില്ല. ഒരു സെക്കൻഡ് മാറിയാൽ ആ പാട്ടിൻ്റെ എല്ലാം പോയി. ഇതൊക്കെ വേണമെങ്കിൽ നമ്മുടെ ഇഷ്ടം പോലെ വേണം. എടുത്തു വെച്ചു ഇത് ഉള്ള കനം കുറഞ്ഞ ബോക്സ് അവിടെ 3 കിടപ്പുണ്ട്, തീരെ ചെറുത്. അതിന്റെ മണ്ടയില്ലേ? മണ്ട വേണം. അതിന് 2-3 കിടപ്പുണ്ട് ഉപയോഗിക്കാതെ. അതായത് ഏറ്റവും ചെറിയ പവർ സപ്ലൈ വെച്ചിരുന്നു. ആ പെട്ടിയുടെ ആവശ്യമുള്ളൂ നമുക്ക്. ഇതിനകത്ത് ഒരു മോഡ്യൂൾ എടുത്തു. എടുത്ത് ഒരു 5 വോൾട്ട് സപ്ലൈ കൂടെ എടുത്തു. 5 വോൾട്ട്. ഇത് ഇത് പിന്നെ കുത്താൻ ആ സോക്കറ്റ് കഴിഞ്ഞ ദിവസം മേടിച്ച് ഓർമ്മ ഇരിപ്പില്ലേ? ആ പെട്ടിയുടെ പുറത്ത് അങ്ങ് ഫിറ്റ് ചെയ്തു. അപ്പോൾ വയറ് നീണ്ട് കിടക്കും. അതിലോട്ട് കൊടുത്താൽ മതി. 5 വോൾട്ട് ഇവിടെ ഉണ്ട്, പോസിറ്റീവ് നെഗറ്റീവ് ഉണ്ട്. വേറെ ഒന്നും ചെയ്യേണ്ട കാര്യം. അതിൽ എഴുതിയിട്ടുണ്ട്. പോസിറ്റീവ് നെഗറ്റീവ് തിരിഞ്ഞ് അന്നേരം ഇത് പോവേ, ഓർത്തോണം. അന്ന് പിടിച്ചോട്ടെ. ഇന്നലെ എന്തോ കൊറിയർ വന്നില്ലായിരുന്നു, അയാൾ എന്നോട് 950 ഇവിടെ നോക്കിയേക്ക് 5 വോൾട്ട് കാണും. ചുമലയായിരിക്കും. ഉണ്ടോ? പോസിറ്റീവ് നെഗറ്റീവ് അത് തിരിഞ്ഞു പോകല്ല. പിന്നു കുത്തിയിട്ട് നോക്കിയെടുത്തോണം. ഇതൊരു സോക്കറ്റില്ല, മറ്റേ ഊരുന്നേ. കഴിഞ്ഞ ദിവസം നമ്മൾ മേടിച്ചില്ല, അവിടുന്ന് 2 മേടിച്ചുകൊണ്ട് വന്നില്ലായിരുന്നോ? DC സോക്കറ്റ്. അതങ്ങ് പിടിപ്പിച്ചാലും വൃത്തിയായിട്ടിരിക്കും. ഊരി കുത്തിയാൽ മതി. നാളെ അഡാപ്റ്റർ പോലെ അഡാപ്റ്റർ മാറിയാൽ മതി. ഇത് ഫ്രണ്ട് കട്ട് ചെയ്യണം. കണ്ടിട്ടില്ല ഞാൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. പെട്ടി എടുത്തോണ്ടോ, സോക്കറ്റും എടുത്തോണ്ടോ. നീ ആ ഒരു JVCക്ക് വേണ്ടി ഞാൻ ചെയ്ത് വെച്ചതിൻ്റെ വീഡിയോ നീ കണ്ടിട്ടുണ്ടോ? കാണിച്ച് ഞാൻ എടുത്ത് ടേപ്പ് കാർഡ് കാണിച്ചത്. ഹലോ 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 പറഞ്ഞോ. ഇല്ല, ഞാൻ വാട്സാപ്പ് ഇപ്പം നോക്കിയില്ല, നല്ല തിരക്കിലാണ് ഇവിടെ, അതുകൊണ്ടാണ്. ഓക്കെ, എപ്പോഴാണ് സാർ അയച്ചേ? അപ്പോൾ ഒരു ഹായും കൂടെ വിട്ടാലേ, ഞാൻ നോക്കിക്കോളാം. അതുപോലെ ആ പെട്ടി ഞാൻ എടുത്തോണ്ടോ, അവിടെ ഇവിടെ തുളയിടുന്നത് ഞാൻ വരച്ചു തരാം. ഈ ചേട്ടൻ്റെ ടോട്ടൽ എന്ന് പറഞ്ഞാൽ ചിൻസി 2300 പ്ലസ് സ്പീഡ് കാര്യങ്ങൾ 4000. മറ്റേതറിയാലോ, DC സോക്കറ്റ് പോയി മേടിച്ചോണ്ട് വന്നു. അതെന്തിയേ? അതും വേണം. എൻസി ചേട്ടൻ്റെ ഇത്ര മൊത്തം പെൻഡ്രൈവ് കൂടെ കൊടുത്തേരെ. പെൻഡ്രൈവ് കൂട്ടിയോ? അങ്ങോട്ട് ചേട്ടൻ ഇച്ചിരി സമയം എടുക്കും. ഈ പിന്നെ മൊബൈൽ ഷോപ്പിലുള്ള പിള്ളേരുടെ കൊടുത്താൽ ഞാൻ നോക്കണം. എടുത്ത് വെച്ചിട്ട് പണ്ടൊക്കെ നമുക്ക് എന്നായാലും വേണമല്ലോ, അത് എടുക്കണമല്ലോ. ഇച്ചിരി കയറ്റി തരാവേ. ഭക്തിഗാനം എങ്ങനെ? അത് സാറേ 7150 പെൻഡ്രൈവിൻ്റെയും കൂടി കൂട്ടിയാണേ. പെൻഡ്രൈവ് തീർന്നോ? ഇനി ഇച്ചിരി കിടപ്പുണ്ടല്ലേ? രണ്ടെണ്ണം കൂടെ ഉള്ളൂ. നീ കിട്ടിയല്ല വിലക്ക്.
യുദ്ധം കാരണം എന്തെല്ലാം പ്രശ്നങ്ങളാണെന്നറിയോ? അതിൻ്റെ മറുവശത്ത് തന്നെ വില നോക്കി നമ്മളത് കുറച്ചിട്ടേക്കുന്ന. അത് മതി. എൻ്റെ ഒരു അഡാപ്റ്റർ അതിലേ പോയി. അഡാപ്റ്റർ ആ ഏതോ ഒരു പ്ലാസ്റ്റിക് പാത്രത്തിനകത്തുണ്ട് താഴെ താഴെ. സൊഞ്ചായ അഡ്വാൻസ് കുറച്ചിട്ടുണ്ട്. കുറച്ചിട്ടുണ്ടെങ്കിൽ നോക്കിയോ. കുറച്ചിട്ടുണ്ട്. ഇതല്ലേ സ്പീക്കറിന് 2 2000 രൂപയായി. സർവീസ് ചാർജ് 1000 ഉണ്ട്. 3000 ആയി. പിന്നെ ഞാൻ 2000 വയറിൻ്റെ എഴുതിയിട്ടുള്ളൂ. വയറിന് എല്ലാം കൂടെ 300 രൂപയായി. അങ്ങനെ 3300 ആയി. അതിൽ നിന്ന് സാറ് തന്ന 1000 കുറച്ചിട്ട് 2300. ഏത് പെട്ടിയിലാന്നാ പറഞ്ഞേ? സൊഞ്ചൻ്റെ ഏതോ പ്ലാസ്റ്റിക് പെട്ടിക്കകത്ത് സൈഡിൽ കൂടെ നോക്കിയാൽ കാണാം നമുക്ക് അഡാപ്റ്റർ കിടക്കുന്നത്. ഇങ്ങോട്ടൊന്നും പോരണ്ട, അവിടെ വെച്ചേക്കുന്ന ഏതോ പെട്ടിക്കകത്ത് ഞാൻ കണ്ടായിരുന്നു. ഈ അടിയിൽ കിടക്കുന്നത് ഇത് നോക്കി ഏറ്റാടിയിലത്തെ വലിയത് കണ്ടോ, വയർ വളഞ്ഞ് കിടക്കുന്നത് കണ്ടോ. ഇത് ഈ ഏറ്റാടിയിലത്തെ വലിയ പെട്ടിക്കകത്ത് ഏത് അതാ അടിയിലത്തെ വലിയ പെട്ടി കൊണ്ടാ കിടക്കുന്നത്. അതൊന്നുമല്ല. ഇവിടെ ഒന്നും അഡാപ്റ്റർ ഇല്ല. ഇൻഡോ ഫ്രഞ്ച് അതെവിടെ? എറണാകുളമാണോ? അല്ല, ഇത് എവിടെയാണ് ഉണ്ടാക്കുന്നത്? പോണ്ടിച്ചേരിക്കാരുടെ അല്ലേ? ഓ, ഇൻഡോ ഫ്രഞ്ചുകാരുടെ അതാണ്. പോണ്ടിച്ചേരി ആയതുകൊണ്ടാണ് ഫ്രഞ്ച് നിർത്തി. നല്ലതാണോ അത്? കാണുന്ന ആളല്ലേ? ഓക്കെ. എൻ്റെ നാടുകൾ ഇവിടെയാണ് പുലിക്കുന്ന്. ഞാനിപ്പോൾ 10 വർഷമായിട്ട് വരാറില്ല. ഇതൊന്ന് എക്സ്പീരിയൻസ് ചെയ്യണം. എടുത്തു കഴിഞ്ഞാൽ ഇതങ്ങോട്ട് എടുത്ത് വെച്ച് ജെൻസി. അതിനുള്ള കേടും വരുമെന്ന് അറിയത്തില്ല. അത് കുഴപ്പമില്ലായിരിക്കും. കാന്തമല്ലേ, കാന്തം ഓണാക്കി. ഇത് 2000 വാട്ട്സ് PMBO, 200 വാട്ട്സ് RMS. അത് റിയലായിട്ടുണ്ട്. എന്നാ ഇനിയിപ്പോൾ മാറ്റി വെക്കണമെങ്കിൽ ആ പെട്ടി റിലീസ് ചെയ്ത് വേണം മാറ്റി വേണേലും വെക്കാം. ഇൻപുട്ട് വേറെ ആരുടെയെങ്കിലും ഉണ്ടോ എന്ന് നോക്കാം. അപ്പോൾ സാർ ഉദ്ദേശിക്കുന്നത് എന്നാന്ന് ചോദിച്ചാൽ, നമ്മൾ പാട്ട് പാടുമ്പോൾ മിക്സ് ചെയ്ത് വരുന്ന ഔട്ട് ആ മിക്സറെ ഞാൻ അങ്ങനെയുള്ളതുണ്ടോ എന്ന് ചെക്ക് ചെയ്തിട്ട് പറയാം കേട്ടോ. ഓക്കെ, അതെനിക്കറിയില്ല. നമ്മൾ വിൽക്കുന്നവർക്ക് ചിലപ്പോൾ അറിയായിരിക്കും. എന്നില്ലെന്നാണ് ഇവിടെ ഒരു വിദഗ്ധൻ ഇരുന്ന് പറയുന്നുണ്ട്. പുള്ളി മിക്സർ പഠിക്കുന്ന ആളാണ്, എറണാകുളത്ത് നിന്ന് വന്ന ആളാണ്. ഓക്കെ, ശരി. ഞാൻ എന്തെങ്കിലും ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യാം. ഉണ്ടെങ്കിൽ ഞാൻ പറയാം. ഓക്കെ, ശരി. ഓക്കെ. ചൈനക്കാർ ഇതൊക്കെ ഉണ്ടാക്കേണ്ടതാണ്. കാരണം നമ്മൾ മനസ്സിലൊന്ന് വിചാരിക്കുന്നു ഉണ്ടാക്കുന്നവരവർ. ഇച്ചിരി വെള്ളം തന്നു. എനിക്ക് വെള്ളം എടുത്തോണ്ട് പോയി.
കൺട്രോൾ നോക്കിയോ, അതായത് ബാസ് ട്രിപ്പിള് ബാലൻസ് എല്ലാം ചെയ്ത് നോക്കിയോ. ഇത് മാസ്റ്ററാണ് ഫസ്റ്റ് ആ മാസ്റ്ററോട് ഒരു ഓപ്സ് ഔട്ട് ഉണ്ട് അല്ലേ? ആ സൈഡിലുണ്ട്, ഓക്സ് ഔട്ട് ഉണ്ട്, മൈക്ക് മിക്സറിനുണ്ട്. ഹർഷിത്ത് ആക്ഷൻ അല്ലേ മൊത്തം. ആക്ഷൻ ഫുൾ ആക്ഷൻ മൂവിയാണ്. ആക്ഷൻ മൂവി എന്ന് വെച്ചാൽ റിയൽ സ്റ്റോറിയാണ്. നമ്മുടെ ഇന്ത്യയിലുണ്ടായിരുന്ന ഒരു ടെററിസം, പാകിസ്ഥാനിൽ ഈ കറാച്ചിയിലുണ്ടായിരുന്ന ഒരു ടെററിസം ക്ലോസ് ചെയ്യുന്നതാണ്. സിനിമ കാണാനും ഹൈപ്പാണ്. നമ്മുടെ അവിടെ എം സിനിമാസ് ഉണ്ട്, സോണിയാണ് മൊത്തം സൗണ്ട്, വരാപ്പുഴ. ഡോൾബി അറ്റ്മോസ്. അതെ. അപ്പോൾ നമ്മൾ ഈ ഓൾ സ്പീക്കറിൽ കൊടുക്കാൻ പറ്റുമോ? നമ്മുടെ വണ്ടിയിൽ നിന്ന് അഴിച്ചു വെച്ച സോണിയുടെ തന്നെ അതിൽ കൊടുക്കാം അല്ലേ? അതാണ് ഞാൻ ചോദിച്ചത്, ഈ മിഡ് റേഞ്ചിന്റെ ആവശ്യമുണ്ടോ ഇല്ലയെന്ന്. മിഡ് റേഞ്ച് ഒന്നും വേണ്ട, അതേ 3 സാധനമുണ്ട്. അതെ, 3 സാധനമുണ്ട്. ശരിയാണ്. ഒന്നും വേണ്ട, നേരെ കൊടുത്തുവെച്ചാൽ മതി. ഈ ഡി ക്ലാസ്സിന് അങ്ങനെ വലിച്ചു വാരി ചെയ്യേണ്ട കാര്യമില്ല. ഓ വലിയ പിന്നെ ഓക്കെ. ഒരു സ്പീക്കർ പോലും കൊണ്ടുവന്നിട്ടില്ല അല്ലേ? ഷോർട്ടാക്കാതെ ഫ്രണ്ട് മാത്രം ഒന്ന് കൊടുക്കുക, ഷോർട്ടാക്കാതെ മുട്ടിച്ചാൽ മതി. അതാണ് ഇതിൻ്റെ. എടാ ഇനി വന്നേടാ, ആ സ്പീക്കർ ഇങ്ങോട്ട് കൊണ്ടുപോകും. ആ സ്പീക്കർ കേടായിട്ട് കൊണ്ടുവന്നല്ലേടാ? പിന്നില്ല. ചെറുതായിട്ട് മുട്ടിച്ചാ നീ പാടുന്നുണ്ട്. ഇത് കണ്ടില്ലേ, മിന്നുന്നുണ്ട്. ഷോർട്ടാകല്ലേ? മുട്ടിച്ചോ? ഫ്രണ്ട് ലെഫ്റ്റ് എവിടെയായാലും പോയിട്ട് മുട്ടി ശരിയായില്ല. ഇനി സ്പീക്കർ കൊടുത്തു നീ. മുട്ടിയേക്കല്ലോ ഒരു കാരണവശാലും കേട്ടോ. അത് മാറിപ്പോയി. അത് കുത്തിയിട്ടില്ലേ? ഇപ്പോൾ വന്നായിരുന്നല്ലോ. വീഡിയോയിലാണല്ലോ കിടക്കുന്നത് അല്ലേ? സ്പീക്കറിൽ നീ കണക്ട് ചെയ്ത് ഒന്നാണ്. ഇത് കണ്ട ഒരു ടി വി, ഇത് നമ്മൾ സോണിയുടെ 32 ഇഞ്ച് ടി വി. അപ്പോൾ സോണിയുടെ 32 ഇഞ്ച് ടി വി ഇപ്പോൾ വേണമെങ്കിൽ 35,000 രൂപ കൊടുക്കണം. അപ്പോൾ അത്രയും നല്ല ടി വിയാണ്. IPS പാനലാണ്, ഏറ്റവും കൂടിയ ഒരു കട്ടിയുള്ള പാനൽ ഇട്ടിരിക്കുന്ന ഒരു ടി വിയാണ്. ഈ പാനലിനും വില കൂടുതലാണ്. അപ്പോൾ ഫുൾ HD ആണിത്, ഫുൾ HD ടി വിയാണ്. സാധാരണ വരുന്ന നോർമൽ ടി വി അല്ലിത്. അപ്പോൾ ഇതിനെ പറ്റി എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഒരു പൂച്ച മൂത്രം ഒഴിച്ചു, അകത്തേക്ക് വെള്ളം ഇറങ്ങിപ്പോയി, പാനലിൽ ദ്രവിച്ചു പോയതാണ്. അപ്പം നമ്മൾ വീട്ടിൽ പൂച്ചയൊക്കെ വളർത്തുമ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ ഇവിടെ ഇപ്പം ഞാനൊരു ഇൻസ്റ്റലേഷൻ ടാപ്പ് ഇവിടെയും കൂടെ ചേർത്ത് ഇങ്ങനെ ഒട്ടിച്ചിട്ടുണ്ട്. അങ്ങനെ എന്തെങ്കിലും വെള്ളം വരുമോ, വണ്ടി നമ്മളിത് തുടയ്ക്കുകയൊക്കെ ചെയ്താൽ ആ വെള്ളം ഇറങ്ങിപ്പോയിട്ട് ഇതിൻ്റെ കണക്ഷൻ അടിയിൽ കൂടെയാണ് വരുന്നത്, വന്നിട്ട് ആ കണക്ഷനിൽ ദ്രവിച്ചു പോവുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചാൽ നല്ലതാണ്. ഒരു ഇൻസ്റ്റലേഷൻ ടാപ്പ് അങ്ങനെ ഒട്ടിക്കുന്നതുകൊണ്ട് വേറെ കുഴപ്പമൊന്നുമില്ല, അതിൽ വെള്ളം ഇറങ്ങാതിരിക്കും. ഇപ്പോൾ നിങ്ങളിതിൻ്റെ ക്ലാരിറ്റി ഉണ്ടോ? എന്നെ സൂപ്പർ ക്ലാരിറ്റി ആണെന്ന് നോക്കി. ഇതിപ്പോൾ ഞാനിതിൻ്റെ സ്റ്റാൻഡേർഡ് സൈസേ ഞാൻ ഇട്ടിട്ടുള്ളൂ. ഇത് ഞാനിത് വിവിഡാക്കാം. വിവിഡാക്കുമ്പോൾ കുറച്ചും കൂടെയൊക്കെ നല്ല പിക്ചർ ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ വരും.
എൻ്റെ സെറ്റിങ്സിൽ പോകണം. സെറ്റിങ്സ്, പിക്ചർ ഇവിടെ, പിന്നെ സൗണ്ട് സ്റ്റാൻഡേർഡാണ് ഇട്ടിരിക്കുന്നത്. ഓട്ടോ, വോയിസ് സൂം മതി മേലെ. ഇതിനകത്തൊരു കുഞ്ഞ് സ്പീക്കറെ കാണുള്ളൂ. വേണ്ട, ഇതൊരു ഷോട്ട് എടുത്ത് സോണിയുടെ ഒരു കാലത്തെ ബെഡ് സൈഡ് ഷോട്ടാക്കി ഞാൻ പറഞ്ഞുതരാം. ആ, ഇത് നമ്മൾ ബെഡ് സൈഡിൽ വെക്കുന്ന ഒരു കുഞ്ഞ് സ്പീക്കറാണ് അതിനകത്ത് ഇരിക്കുന്നത്. ഞാൻ ഏരിയയില ഇതിത്രയൊക്കെ ഉള്ളൂ, ഇതിപ്പോൾ പണിയാനൊന്നുമില്ല. അപ്പോൾ കണ്ടല്ലോ, സോണി ബെഡ് സൈഡ് റേഡിയോ. ഇതൊക്കെ ഒരു സ്ഥലത്തുള്ള ഒരു സംഭവമായിരുന്നു. രാത്രിയിലൊക്കെ നമ്മൾ കിടന്നുറങ്ങുമ്പോൾ റേഡിയോ കേട്ടോണ്ടിരുന്ന സ്ലീപ്പൂടെ ഞെക്കി കഴിഞ്ഞാൽ ഒരു ടൈം കഴിയുമ്പോൾ നമ്മൾ ഉറങ്ങിക്കഴിഞ്ഞാൽ തന്നെ ഓഫായിക്കോളും. രാവിലെ അലാറം വെച്ചാൽ രാവിലെ ഇത് ഓണായി റേഡിയോ പാടിക്കോളും. അലാറത്തിന് വരെ റേഡിയോ പാട്ട് കേട്ടിരുന്നേക്കാം. അങ്ങനെയൊക്കെയുള്ള ഒരു അടിപൊളി സാധനമായിരുന്നു. ഇപ്പോഴും ഓൺലൈനിൽ കിടപ്പുണ്ടെന്നാണ് എനിക്ക് തോന്നിയത്. ഈ ഐറ്റം കിടപ്പുണ്ട്. ഒരു കുഞ്ഞ് സൗണ്ട്, അതൊരു ഉറക്കത്തിന് വേണ്ടിയിട്ടുള്ള സൗണ്ടായത്. ഇത് നമ്മൾ വലിയ ക്ലാരിറ്റി ഉള്ള സൗണ്ട്, വലിയ ഒച്ചപ്പാടും ബഹളം വെച്ചാൽ ആരും ഉറങ്ങിയല്ല. ഇത് ഈ അരപ്പ് കേട്ട് തന്നെ ഉറങ്ങിപ്പോക്കോളൂ. ഒരു ചെറിയ സൗണ്ട്, ഒരു ഇത് നമ്മൾ അതിൻ്റെ ആ ഒരു അരപ്പും ആ താരാട്ടും എല്ലാം കൂടെ കേട്ട് ഉറങ്ങാനുള്ള, സ്ലീപ്പ് ചെയ്യാനുള്ള കുടിയാണ്. അതെ അതൊക്കെ നടക്കുകയുള്ളൂ. ഇത് ഞങ്ങൾ ഒരു കാലത്ത് ഇതിൻ്റെ വേറൊരു ടൈപ്പ് ഞാനിവിടെ ഒത്തിരി വിറ്റിട്ടുണ്ട്. ഒരു പച്ച കളർ വരും. എൻ്റെ കയ്യിൽ ഒരെണ്ണം ഉണ്ടായിരുന്നു, ഞാൻ കുറച്ച് നാൾ ബെഡ് സൈഡിൽ വെച്ചിരുന്ന. ഏരിയലിൻ്റെ കുഴപ്പമാണോ നോക്കി. ഏരിയൽ ഒരെണ്ണം നന്നാൽ മതി. ഇതൊരെണ്ണം വെച്ചാൽ മതി. നിങ്ങളൊരു ഏരിയൽ വെച്ചാൽ മതി. ഈ വയർ ഇച്ചിരി നീട്ടിയിട്ട് ഈ ഏരിയൽ എവിടെയെങ്കിലും നമുക്കൊന്ന് സമാധാനിപ്പിച്ച് വെച്ചാൽ മതി. അപ്പോൾ നല്ല സംഭവമായിരിക്കും. ഇത് റേഡിയോയ്ക്ക് പണ്ട് വെക്കുന്ന ഏരിയയില കിട്ടിയപ്പോൾ ഞാൻ കുറച്ച് മേടിച്ച് വെച്ചിരുന്ന. ഇതിൻ്റെ സുഖം നമ്മൾ വയറിട്ടാൽ കിട്ടിയല്ല ഏരിയലിൻ്റെ. ഇത് വേറൊരു ഇതാണ്. വേണമെങ്കിൽ ഇത് ഇച്ചിരി കൂടെ ഒരു മീറ്റർ എല്ലാം മാറ്റി വെച്ചിട്ട് ഇതാക്കിയാൽ മതി. ഈ ഒച്ച വെക്കുന്ന ആരാന്ന് ഞാനിങ്ങനെ ആലോചിച്ചുകൊണ്ടിരുന്നു. കുറച്ച് നേരമായിട്ടൊരു ശബ്ദം കേൾക്കുന്നില്ല നിങ്ങൾ. ഇത് കാഞ്ഞിരപ്പള്ളിയിലുള്ള ബ്ലോക്കാണ്. ബ്ലോക്ക് അതിഭയങ്കരമായ ബ്ലോക്ക്. അതൊരു ബൈപ്പാസ് വന്നെങ്കിൽ മാത്രമേ പ്രശ്നം തീരുള്ളൂ. ഇതിപ്പോൾ കഴിഞ്ഞ രണ്ട് തവണ ഇരുന്ന എം എൽ എക്ക് ബൈപ്പാസ് പണിയാൻ പറ്റിയില്ല. ഇനി അടുത്ത് വരുന്ന എം എൽ എ ആരാണെങ്കിലും അദ്ദേഹത്തിന് പറ്റട്ടെ എന്ന് ആശംസിക്കുന്നു. ഇല്ല, ബൈപ്പാസേ ഇവിടെ 15 കൊല്ലമായി ബൈപ്പാസ് പണിയാൻ തുടങ്ങിയിട്ട്. ജയരാജ്
ആളൊക്കെ നല്ല ആളൊക്കെയാണ്, ഡോക്ടറാണ്, മര്യാദക്കാരനാണ്, നല്ല മനുഷ്യനാണ്, കേരള കോൺഗ്രസ് ആണ്, രണ്ടിലെയാണ്, എല്ലാം ഓക്കെ. പക്ഷെ ഒരു ബൈപ്പാസ് പണിയാൻ വേണ്ടിയിട്ട് രണ്ടും കുത്തണ്ട, ഒരെണ്ണം കുത്തിയാൽ മതി. ഇത് കാഞ്ഞിരപ്പള്ളിയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആ നേരെ കാണുന്നത് സർക്കാരിൻ്റെ മിനി സിവിൽ സ്റ്റേഷനാണ്. ഇത് പണ്ട് ഒരു അൽഫോൺസ് കണ്ണന്താനം എന്ന് പറഞ്ഞൊരു IAS കാരനുണ്ടായിരുന്നു. പുള്ളി ഒരു പ്രാവശ്യം LDFൻ്റെ MLA ആയിട്ടിരുന്നു. ഒരു പ്രാവശ്യം ഒരു ടൈമേ പുള്ളി ഇരുന്നുള്ളൂ. കഴിഞ്ഞ് പുള്ളി കേന്ദ്രമന്ത്രിയൊക്കെ ആയിട്ട് പോയിരുന്നു. പുള്ളി ഇരുന്ന സമയത്ത് പുള്ളിയുടെ ഒറ്റ കഴിവുകൊണ്ടുണ്ടായ ഒരു മിനി സിവിൽ സ്റ്റേഷനാണ് നമ്മൾ ഓപ്പോസിറ്റ് കാണുന്നത്. ബാക്കി കാര്യങ്ങളൊക്കെ ഇന്നും പഞ്ചായത്താണ് കാഞ്ഞിരപ്പള്ളി. മുനിസിപ്പാലിറ്റി ആക്കിയിട്ട് പഞ്ചായത്താക്കി തിരിച്ചാക്കിയ കേരളത്തിലെ ഏക പഞ്ചായത്താണ് കാഞ്ഞിരപ്പള്ളി പഞ്ചായത്ത്. ഞങ്ങൾ വേണമെങ്കിൽ ടൗണിൽ വേണേൽ 10 ലക്ഷം രൂപ വരെയുള്ള സ്ഥലത്ത് വേണേൽ ഞങ്ങൾ കപ്പയിടും, കപ്പയിടും, ചേമ്പ് നടും, മഞ്ഞൾ നടും ഒക്കെ ചെയ്യുന്ന അതിവിദഗ്ധന്മാരായ ആൾക്കാരാണ്. അതുകൊണ്ടൊരു ബൈപ്പാസ് പോലും ഉണ്ടാകാത്തത്. ഓക്കെ, കണ്ടല്ലോ. പിന്നെ നമ്മളെ ഓക്സിജന് കൊടുക്കുമ്പോൾ, നമ്മുടെ ആംപ്ലിഫയറിൽ ഓക്സിജൻ കൊടുക്കുമ്പോൾ അതിൻ്റെ പിന്നിൻ്റെ അറ്റത്ത് 2 വരെയുള്ള ടൈപ്പ് കോഡ് വെയർ വേണം കൊടുക്കാൻ. ഇപ്പോൾ ഒരാൾ എന്നെ വിളിച്ച് ചോദിച്ചു, എക്കോ വരുന്നത് കഴിഞ്ഞാൽ 3 വരെയുള്ള കേട്ടാൽ മൈക്കൂടെ കയറി വരും. അപ്പോൾ എക്കോ നമുക്ക് ഫീൽ ചെയ്യും. അതുകൊണ്ടാണ്. അപ്പം 2 വരെയുള്ള വയറ് വേണം ഓക്സിജനിൽ കൊടുക്കാൻ. പിന്നെ ഓട്ടോ സ്വിച്ചിങ് ആണ് അതെല്ലാം. ഓട്ടോ സ്വിച്ചിങ് ആണ്. ഓരോന്നും സ്വിച്ച് ചെയ്യുന്നതനുസരിച്ച് മാറിക്കൊണ്ടേയിരിക്കും. ഇതൊരു ടവർ സ്പീക്കറാണ്. ഈ ടവർ സ്പീക്കറിൽ നമ്മൾ മൈക്ക് കുത്തി, കോഡ്ലെസ് മൈക്ക് കുത്തി നമ്മൾ ചെക്ക് ചെയ്ത് നമ്മൾ പാട്ടെടുക്കുകയാണ്. അതാണ് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഈ വീഡിയോ കാണുന്നവർ, നമ്മൾ കാഞ്ഞിരപ്പള്ളിയിലാണ് സ്ഥലം, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്താകുമ്പോൾ നമുക്ക് എല്ലാ വീഡിയോസും അറിയാൻ പറ്റും. അപ്പോൾ ഓരോ സംശയങ്ങളൊക്കെ നിങ്ങൾ വിളിച്ച് ചോദിക്കുന്നതിന് മുമ്പ് നമ്മൾ രാവിലെ 10 മുതൽ 3 മണി വരെയാണ് സാധാരണ ആൾക്കാരുമായിട്ട് ഇൻ്റർഫേസ് ചെയ്യുന്നത്. അതിനുശേഷം ഞങ്ങൾ സർവീസിലേക്ക് പോകും. 3 മണിയാകുമ്പോൾ ഞങ്ങൾ സർവീസിലേക്ക് പ്രവേശിക്കും. അപ്പോൾ അതിനു മുമ്പ് കഴിവതും ഇങ്ങനെയുള്ള കാര്യങ്ങളുമായിട്ട് ആൾക്കാർ വരാനായിട്ട് ശ്രമിക്കുക. കാരണം എപ്പോഴും ഒത്തിരി ആൾക്കാർ വരുന്നുള്ളതുകൊണ്ട് ഞങ്ങൾക്കൊരു ബുദ്ധിമുട്ട് വരുന്നുണ്ട്. അപ്പോൾ വരുന്ന നിങ്ങൾക്കും ഒരു ബുദ്ധിമുട്ടുണ്ടായിരിക്കാൻ വേണ്ടി ഈ ടൈമിനുള്ളിൽ മാക്സിമം വരുന്ന സെറ്റുകൾ അപ്പം തന്നെ നോക്കി അപ്പം തന്നെ ക്ലിയർ ചെയ്ത് വിടുന്നതാണ് നമ്മുടെ രീതി. പറ്റുകയില്ലാത്ത എടുത്ത് വെച്ചാൽ ചെയ്യാൻ പറ്റുന്ന സെറ്റുകൾ മാത്രമേ നമ്മൾ എടുക്കുന്നുള്ളൂ. അപ്പം ഇതൊരു മിസ്റ്റർ ലൈറ്റിൻ്റെ ഒരു ടവറാണ്. അത് ഞങ്ങളിവിടെ പാട്ട് കേട്ടുകൊണ്ടിരുന്നതാണ് മൈക്കെ കുത്തി. അപ്പോൾ ഇവിടെ കഴിഞ്ഞ ദിവസം നമ്മൾ പാട്ട് പാടിയ ആൾക്കാരുണ്ടല്ലോ, നമ്മുടെ പഴയ വീഡിയോ കണ്ടവർ കാണും. അവർക്ക് ഇത് വേണമെന്ന് പറഞ്ഞ് ഞങ്ങൾ നഷ്ടത്തിലാണ്. എന്നാലും അവരുടെ ഒരു ആഗ്രഹം കണ്ടപ്പോൾ ഞാനത് കൊടുക്കുകയാണ്. 100% RMS 50 ഓണാകുന്നുണ്ടോ? അത് ഓണാകുന്നുണ്ട്.